ഓഗസ്റ്റ് 6 മുതൽ 9 വരെ പെൻസിൽവേനിയയിലെ കാലഹാരിയിൽ നടക്കുന്ന അന്തർദേശീയ കൺവെൻഷന്റെ ഒരുക്കങ്ങളും വിശദീകരിക്കുന്ന പത്രസമ്മേളനം ന്യൂയോർക്കിൽ നടന്നു. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ ന്യൂയോർക്ക് ചാപ്റ്റർ സംഘടിപ്പിച്ച പരിപാടിയിൽ ഫൊക്കാന ദേശീയ പ്രസിഡന്റ് സജിമോൻ ആന്റണി, ജനറൽ സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ, ട്രഷറർ ജോയ് ചാക്കപ്പൻ, മുൻ പ്രസിഡന്റ് പോൾ കറുകപ്പള്ളി, ലീല മാരേട്ട്, ഫിലിപ്പോസ് ഫിലിപ്പ്, ജോയ് ഇട്ടൻ, ആന്റോ വർക്കി, മത്തായി ചാക്കോ, മറ്റു നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. IPCNA മുൻ പ്രസിഡന്റ് സുനിൽ ട്രൈസ്റ്റാർ സ്വാഗതം ആശംസിച്ചു. സമ്മേളനത്തിൽ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക ന്യൂയോർക്ക് ചാപ്റ്റർ പ്രസിഡന്റ് സജി എബ്രഹാം, ജോർജ് ജോസഫ് മലയാളി, ജോസ് കടാപ്പുറം കൈരളി TV, ഷിജോ പൗലോസ് ഏഷ്യനെറ്റ്, ബിനു തോമസ് ഫ്ലവേഴ്സ് TV തുടങ്ങിയവർ പങ്കെടുത്തു. ജോസ് കടാപ്പുറം നന്ദി അറിയിച്ചു. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക ന്യൂയോർക്ക് ചാപ്റ്റർ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ ഫൊക്കാന പ്രസ് മീറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സജിമോൻ ആൻ്റണി ഫൊക്കാനയുടെ നാഷണൽ പ്രസിഡൻ്റാണ്. ശ്രീകുമാർ ഉണ്ണിത്താൻ ഫൊക്കാനയുടെ നാഷണൽ ട്രഷററാണ്, സെക്രട്ടറിയാണ്. പിന്നെ ജോയ് ചാക്കപ്പൻ ഫൊക്കാനയുടെ ട്രഷറർ. മറ്റുള്ളവരെല്ലാവരും അവരവരുടെ പൊസിഷൻ പറഞ്ഞിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. ഫൊക്കാന എന്തുമാത്രം ശക്തമാണ്, എന്തുമാത്രം ഒരുമയോടെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇന്നിപ്പോൾ നിങ്ങൾ കാണുന്നത്. കാരണം സാധാരണ ഒരു പ്രസ് കോൺഫറൻസിനകത്ത് പ്രസിഡന്റോ സെക്രട്ടറി ട്രഷററോ അങ്ങനെ 1, 2, 3 പേര് ഇരിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമയോടെ ഇരിക്കുന്നു. എലോങ് വിത്ത് വരാൻ പോകുന്ന പ്രസിഡന്റ് കാൻഡിഡേറ്റ്സ് ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്, എലോങ് വിത്ത് ഫോർമർ പ്രസിഡന്റ് പോൾ കറുകപ്പള്ളി ഉൾപ്പെടെയുള്ള ആൾക്കാർ. അപ്പോൾ ഫൊക്കാന എന്തുമാത്രം ശക്തമായിട്ടും എത്രമാത്രം ഒരുമയോടുകൂടി മുന്നോട്ട് പോകുന്നു എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, 1983 ഫൊക്കാന തുടങ്ങി ഇന്ന് 43 വർഷം പിന്നിടുമ്പോൾ അന്തരിച്ച മുൻ പ്രസിഡന്റ് KR നാരായണൻ്റെയും മുൻ അംബാസിഡർ TP ശ്രീനിവാസൻ്റെയും അന്തരിച്ച ഡോക്ടർ അനിരുദ്ധിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ വിഭാവനം ചെയ്ത ഫൊക്കാന ഇന്ന് 43 വർഷം പിന്നിടുമ്പം ലോകത്തിലെ ഏറ്റവും വലുതും ഏറ്റവും പഴയതുമായ സംഘടനകളുടെ സംഘടനയായി മാറിയിരിക്കുകയാണ് എന്നുള്ള അതിൻ്റെ ഒരു ചാരിതാർത്ഥ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതിൻ്റെ ഒരു അംഗമായി പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടുന്നതിൽ എനിക്ക് ഒത്തിരിയധികം സന്തോഷമുണ്ട്. അത് പ്രവർത്തനം എന്ന് പറയുമ്പം സാധാരണഗതിയിൽ സാംസ്കാരിക സംഘടനകൾ സാംസ്കാരിക തലങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണെങ്കിലും എന്നാൽ ഇന്ന് ഫൊക്കാന ഇന്ത്യ ഗവൺമെൻറ്, കേരള ഗവൺമെൻറ്, US ഗവൺമെൻറ്, പ്രത്യേകിച്ച് ന്യൂജേഴ്സി ഗവൺമെൻറ്റുമായിട്ട് ഉള്ള ഒരു അംബലിക്കൽ കോഡായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പ്രവാസികളായ മലയാളികൾക്ക് ഇവിടെയും കാനഡയിലോ അല്ലെങ്കിൽ നോർത്ത് അമേരിക്കയിലോ അല്ലെങ്കിൽ കേരളത്തിലോ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളിൽ നേരിട്ട് ഇടപെട്ട്, ഫോർ എക്സാമ്പിൾ OCAയുടെ പ്രശ്നങ്ങൾ, ഡയറക്റ്റ് ഫ്ലൈറ്റിൻ്റെ കേസുകൾ ഉൾപ്പെടെയുള്ള ആൾക്കാര്യങ്ങൾ, എലോങ് വിത്ത് കിടന്ന വീടുകൾക്ക് നികുതിയുടെ കാര്യങ്ങൾ ഗവൺമെൻറ് പ്രപ്പോസൽ ചെയ്തപ്പം ആ കാര്യങ്ങളിൽ ഇടപെട്ട് ടാക്സ്, ഇൻകം ടാക്സിൻ്റെ, അതായത് പ്രോപ്പർട്ടി വിറ്റ് കഴിയുമ്പം അവിടെ നടക്കുന്ന പ്രോപ്പർട്ടിയുടെ ഡിസ്പാരിറ്റി, അതായത് 10% അവിടെയുള്ള ആൾക്കാർ പേ ചെയ്യുമ്പം നമ്മളെപ്പോലുള്ള പ്രവാസികൾ 22% പേ ചെയ്യുന്നു. അങ്ങനെ ആ ടാക്സ് ഡിസ്പാരിറ്റിക്കെതിരെ ശബ്ദമുയർത്തിയ ഏക സംഘടന പ്രവാസി സംഘടന ഫൊക്കാനയാണ്. കാരണം അവിടെയുള്ള 20 MPമാരെ കക്ഷി LDF ആണോ UDF ആണോ അല്ലെങ്കിൽ BJP ആണോ നോക്കാതെ എല്ലാവരുമായിട്ട് ഒരുമിച്ച് തോളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രവണതയാണ് ഫൊക്കാനയ്ക്കുള്ളത്. അതോടൊപ്പം അടുത്ത ആഴ്ചയുള്ളൊരു ബ്രേക്കിംഗ് ന്യൂസ് വേണം ഇപ്പോഴേ പറഞ്ഞേക്കാം. ഫൊക്കാനയ്ക്ക് ആദ്യമായിട്ട് ഒരു 1-800 നമ്പർ ഇഷ്യൂ ആവുകയാണ്. ഒരു സാധാരണ ഒരു 1-800 നമ്പർ അല്ല അത്. അപ്പം ഫൊക്കാനയ്ക്ക് വിവിധമായ ഒത്തിരി പദ്ധതികളുണ്ട്. ഇപ്പം മെഡിക്കൽ കാർഡുണ്ട്, പ്രിവിലേജ് കാർഡുണ്ട്, ഹെൽത്ത് ക്ലിനിക് ഉണ്ട്, അങ്ങനെ പല പദ്ധതികളുണ്ട്. അപ്പോൾ അങ്ങനെ പദ്ധതികളുമായിട്ട് ഡയറക്റ്റ് ഇമ്പാക്റ്റ് അല്ലെ ഇഫക്ട്സ് വേണമെങ്കിൽ അതിനൊക്കെ ഓരോ ഇൻചാർജായിട്ട് 1-800 നമ്പർ ഫൊക്കാന ഡയൽ ചെയ്ത് കഴിയുമ്പോൾ ഡയൽ 1 to get the medical help, so directly going to the Focana Health Clinic, dial 2 for the privilege card information, dial 3 for the medical card information, dial 4 നമ്മുടെ പ്രോപ്പർട്ടി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്കുമായിട്ടുള്ള ഗവൺമെൻറ്റുമായിട്ടുള്ള എന്തെങ്കിലും ബന്ധം, അങ്ങനെയുള്ള ഒരു സമഗ്രമായ പദ്ധതി ഫൊക്കാന ലോഞ്ച് ചെയ്യുകയാണ് അടുത്ത ആഴ്ചയിൽ. ഒരാഴ്ചത്തേക്ക് നാട്ടിൽ പോകുന്നത് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞിട്ട് അത് ആർക്ക് ചെയ്യാൻ പോകുന്നത്. ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് മീഡിയ സുഹൃത്തുക്കൾക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ ഞാൻ നേരത്തെ ഡിസ്ക്ലോസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് കൺഫേം ചെയ്തിട്ടുണ്ട്. ഒരേ ഒരു കാവിയേറ്റേ ഉള്ളൂ, ഇന്ത്യ US ബന്ധം നാളെ ഇപ്പം നിൽക്കുന്നതിനേക്കാളും എന്തെങ്കിലും കാരണവശാൽ താഴേക്ക് പോയാൽ മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി പെർമിഷൻ കൊടുക്കത്തില്ല. അപ്പോൾ അവർ സസ്പെൻഡ് ചെയ്യും അത്. അല്ലെങ്കിൽ ആസ് വി സ്പീക്ക് നൗ ഇറ്റ് ഈസ് കൺഫേംഡ്. അതോടൊപ്പം മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ സാറ്, അദ്ദേഹം ഓപ്പോസിഷൻ ലീഡർ ആയിരുന്നപ്പോൾ തന്നെയും ഞാനും പോളേട്ടും ഞങ്ങളുടെ ടീം എല്ലാവരോടും പോയി കാണുകയും അദ്ദേഹം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിലും വരുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. അതുകൂടാതെ ന്യൂജേഴ്സിയുടെ ഗവർണർ മൈക്കി ഷെറിൽ കൺഫേം ചെയ്തിട്ടില്ല, എന്നാൽ അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്.
ന്യൂജേഴ്സിയിലെ കോൺഗ്രസ്മാൻ യെസ് കൺഫേം ചെയ്തിട്ടില്ല, എന്നാൽ അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം കേരളത്തിൽ നിന്നുള്ള മറ്റ് മന്ത്രിമാർ, MLA അവരുമുണ്ട്. അപ്പം അങ്ങനെ ഒരു ചീഫ് ഗസ്റ്റുകളുടെ ഒരു വലിയ നിര തന്നെയുണ്ട്. സ്റ്റാർട്ടിങ് ഫ്രം ഉപരാഷ്ട്രപതി ടു ഗവർണർ ടു ചീഫ് മിനിസ്റ്റർ ടു മേയർ ടു ആ ഒരു ലൈന് അങ്ങനെ ഇങ്ങ് പോവുകയാണ്. അതോടൊപ്പം ആദ്യമായിട്ട് ആയിരിക്കാം 3 പത്മശ്രീ 3 പത്മവിഭൂഷൺ ഒരേ സ്റ്റേജിൽ ഒരു പ്രവാസി സംഘടനയിടയിൽ വരുന്നത്. 1 പത്മശ്രീ മട്ടന്നൂരാശാൻ, 2 ശ്രീമാർ മുമ്പേ പറഞ്ഞു പോകണമെങ്കിൽ തന്നെ നമ്മുടെ ആരാധനായ MA യൂസഫ് അലി, പിന്നെ പത്മവിഭൂഷൺ അടൂർ ഗോപാലകൃഷ്ണൻ. റൈറ്റ്, ക്ലാസ് ആയിട്ടുള്ള വിവിധ മേഖലകളിലുള്ള ആൾക്കാരാണ് വരുന്നത്. ഗിന്നസ് വേൾഡ് എന്ന് പറയുമ്പം എന്തുമാത്രം സീരിയസ് ആണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാവും. നേരത്തെ അറിയില്ലായിരുന്നു. ഞാനൊരു ഡ്രീമായിരുന്നു. ഫൊക്കാനയുടെ ഞങ്ങളുടെ ഈ ടീമിൻ്റെ പ്രോഗ്രാം എന്തായിരുന്നു, ഒരു ഡ്രീം പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു ഡ്രീം എന്നുള്ളതായിരുന്നു നമ്മുടെ ക്യാപ്ഷൻ തന്നെ. അപ്പം ഞങ്ങളുടെ ഐഡിയസും ഡ്രീമിനോട് തുല്യ. നമുക്ക് പെട്ടെന്ന് തലയിൽ വരാത്ത കുറേ ആശയങ്ങൾ വന്ന് ആ ഡ്രീമിനെ കാണാൻ മാത്രമല്ല, ആ ഡ്രീം കണ്ട് അത് പ്രവൃത്തിയിലാക്കി ഇംപ്ലിമെൻറ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കാണിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം അതേ ശൈലിയിലാണ് ഈ ഗിന്നസ് വേൾഡിൻ്റെ കാര്യങ്ങളും പോകുന്നത്. ഇത് അമേരിക്കൻ കനേഡിയൻ മലയാളികൾക്ക് ഫൊക്കാന കൊടുക്കുന്ന ഒരു സമ്മാനമാണ് ഈ കൺവെൻഷൻ, അല്ലാണ്ട് ഫൊക്കാനയുടെ ദൂർത്ത് അല്ല. റീസൺ എന്നാണെന്നറിയോ? $4000 ഒരു ഫാമിലി വെക്കേഷൻ 1500 ഒരു കുടുംബത്തിന് സമ്മാനമായി കൊടുക്കുകയാണ് ഫൊക്കാനയിൽ ഒരു ഫാമിലി കൾച്ചർ ബിൽഡ് ചെയ്യുന്നതിന്. കൺവെൻഷനെ നമ്മുടെ കൺവെൻഷനെ 9 മാസം മുന്നേ തന്നെ രജിസ്ട്രേഷൻ സോൾഡ് ഔട്ടായി. അത് രജിസ്ട്രേഷൻ ഇന്ന് വരെ ഫൊക്കാനയുടെ ചരിത്രത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. എല്ലാ ദിവസവും എല്ലാ സംഘടനകളിലും രജിസ്ട്രേഷന് വേണ്ടി നെട്ടോട്ടം ഓടുമ്പം 9 മാസത്തിന് മുമ്പ് നമ്മൾ രജിസ്ട്രേഷൻ ക്ലോസ്ഡ് ആയിട്ട് നമ്മുടെ രജിസ്ട്രേഷൻ മൊത്തം സോൾഡ് ഔട്ടായി. അതിനുശേഷം ഇപ്പം നമുക്ക് ഒത്തിരി എല്ലാ ദിവസവും 10 രജിസ്ട്രേഷൻ വരും. നമുക്ക് സ്ഥലമില്ല. സജ്മോൻ ഇന്നലെ പോയി അടുത്തൊരു ഹോട്ടൽ കണ്ട് അവിടത്തേക്ക് കുറച്ച് റൂം കൂടെ ഇന്നലെ നെഗോഷിയേറ്റ് ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. ഇത്രയും വലിയൊരു കൺവെൻഷൻ നടക്കുന്നു. വലിയൊരു കൺവെൻഷൻ നടക്കുന്നു. ഒരു കൺവെൻഷനും ഒരു സംഘടനകളും നടത്തിയിട്ടില്ലാത്തൊരു കൺവെൻഷനാണ് ഈ കൽഹാരിയിൽ നടക്കാൻ പോകുന്നത്. 4000-ലധികം പേരെയാണ് അവിടെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അവിടെ 2 ഗിന്നസ് വേൾഡുകൾ ഞങ്ങൾ അവിടെ ഉണ്ടാക്കാൻ പോകുന്നു. 2 ഗിന്നസ് വേൾഡുകൾ. ഇന്ന് വരെ ഒരു പ്രവാസി സംഘടനയോ അല്ലെങ്കിൽ ഒരു സംഘടനകളോ 2 ഗിന്നസ് റെക്കോർഡുകൾ ഒരു ദിവസം തകർത്തായിട്ട് എനിക്കറിയില്ല. ഞാൻ ഹിസ്റ്ററിയൊക്കെ എടുത്ത് നോക്കിയപ്പോൾ വായിച്ചപ്പോൾ എങ്ങും കാണുന്നില്ല. ഫൊക്കാനയിൽ 2 ഗിന്നസ് വേൾഡ് അറ്റംപ്റ്റാണ് ഞങ്ങൾ നടത്തുന്നത്. മോഹിനിയാട്ടത്തിലെ 1000-ലധികം ആൾക്കാർ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ടുന്ന യൂണിഫോമുകളൊക്കെ ഫൊക്കാന തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 1000-ലധികം ആൾക്കാർ നമ്മുടെ മോഹിനിയാട്ടം നമ്മൾ അമേരിക്കയിൽ കൊണ്ടുവന്ന്, അത് നമ്മുടെ രാജ്യത്തല്ല വേറൊരു രാജ്യത്ത് വന്ന് ആ രാജ്യത്തിലെ 1000-ലധികം നമ്മുടെ കുട്ടികൾ ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ കേരളത്തിൽ ഒരു പക്ഷേ 1000 പേരെന്ന് വെച്ചാൽ ഈസി ആയിരിക്കാം. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം കലയായ ചെണ്ടമേളത്തിൽ നമ്മൾ വേറൊരു ഗിന്നസ് റെക്കോർഡ് തകർക്കുകയാണ്. ഇതേവരെ ലോകത്തിലാകെ തമിഴ്നാട്ടിൽ നടത്തിയ ഒരു ചെണ്ട റെക്കോർഡെന്ന് വെച്ചാൽ 350 പേരാണ്. പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തിന് 2 കൂട്ടരാണ് കൂട്ടുന്നത്. ഒരു കൂട്ടർ കൂട്ടുന്നത് 150 പേരാണ് മാക്സിമം. അടുത്ത രണ്ടാമതൊരു ഗ്രൂപ്പുള്ളത് 150, മാക്സിമം 300 പേര്. നമ്മൾ ഫൊക്കാന കൺവെൻഷനിൽ പൂരങ്ങളെക്കാട്ടി പൂരത്തിന് അധികമായിട്ട് 500-ലധികം ചെണ്ടക്കാർ ഒരുമിച്ച്, ലോകത്തിൽ ആദ്യമായിട്ടാണ് 500-ലധികം ചെണ്ടക്കാർ ഒരുമിച്ച് ഒരു വേദിയിൽ നിന്ന് ചെണ്ട താളം കൂട്ടി അത് ലോക റെക്കോർഡിന് ശ്രമിക്കുന്നു. നമ്മുടെ എല്ലാം മാതൃകയായ, നമുക്കെല്ലാം ആരാധ്യനായ യൂസഫ് അലി ഫൊക്കാന കൺവെൻഷനിൽ പങ്കെടുക്കുന്നു. ആ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം നേതൃത്വം നൽകുന്ന ബിസിനസ് സെമിനാർ, അമേരിക്കയിലെ വളരെയധികം ബിസിനസ് പ്രതിനിധികൾ പങ്കെടുക്കുന്ന ആ മീറ്റ്, അതൊക്കെയെന്ന് വെച്ചാൽ വേറെ ഒരിടത്തും ഇന്ന് വരെ അമേരിക്കയിൽ യൂസഫ് അലി വന്നൊരു ബിസിനസ് സെമിനാർ നടത്തിയിട്ടില്ല. അങ്ങനെ ചരിത്രം കുറിച്ച് ഈ ഫൊക്കാന കൺവെൻഷൻ മുന്നോട്ട് പോവുകയാണ്. എൻ്റെ പേര് ജോയി ചാക്കപ്പൻ. ഞാൻ ഫൊക്കാനയുടെ ട്രഷറാണ്. ഫൊക്കാനയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി ഞങ്ങളുടെ പ്രസിഡൻറ്റും അതുപോലെ സെക്രട്ടറിയും വളരെ വിശദമായിട്ട് സംസാരിച്ചു. ഞങ്ങൾ തുടക്കത്തിൽ തന്നെ ഞങ്ങളുടെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു, ഒരു ട്രഡീഷണൽ ഫൊക്കാന പ്രവർത്തനത്തിന് അതീതമായിക്കൊണ്ട് ഒരു ഫാമിലി
ഒരു വെക്കേഷൻ ട്രിപ്പ് പോലെയുള്ള ഒരു കൺവെൻഷൻ. എന്നാൽ എല്ലാ പ്രവർത്തനങ്ങളും കോർത്തിറക്കിക്കൊണ്ട് ഒന്നിനും ഒരു കുറവ് വരുത്താതെ, എന്നാൽ വരുന്ന എല്ലാവർക്കും സാമൂഹ്യമായിട്ടും സാംസ്കാരികമായിട്ടും അതുപോലെ തന്നെ കുറേ സമയം ഫാമിലി ഒരുമിച്ച് ചെലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം. അതുകൊണ്ട് തന്നെയാണ് കലഹാരി ലോകത്തിലെ ഏറ്റവും വലിയ വാട്ടർ പാർക്ക്, ഇൻഡോർ വാട്ടർ പാർക്കായിട്ടുള്ള കലഹാരി ഞങ്ങൾ തിരഞ്ഞെടുത്തത്. അതുപോലെ തന്നെ മറ്റുള്ള പല കൺവെൻഷനുകളും, പണ്ട് നടന്ന കൺവെൻഷനല്ല, കുറേ 10-20 കൊല്ലങ്ങൾക്ക് ശേഷം നടന്ന കൺവെൻഷനിൽ സാധാരണ പറയും റൂമെല്ലാം സോൾഡ് ഔട്ടായി, 300 റൂം 400 റൂം ഞങ്ങൾ കൊടുത്തു. ഞാൻ വളരെ കൃത്യമായ കണക്ക് പറയാം, 372 റൂംസ് കലഹാരിയിൽ ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ. ആ 372 റൂംസും കഴിഞ്ഞു. 50 റൂം ഞങ്ങൾ ഓൾറെഡി അടുത്ത ഹോട്ടലിൽ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ആ 50 ഹോട്ടലും ആ റൂംസും കംപ്ലീറ്റ്ലി ഡൺ. ഞങ്ങളുടെ ബഡ്ജറ്റ് ക്ലോസ് ടു $800,000. വി ആർ പ്രിറ്റി മച്ച് വെരി ക്ലോസ് ടു ദാറ്റ് മണി. കാരണം കാശ് മുഴുവൻ ബാങ്കിൽ വന്നു എന്നുള്ളതല്ല, പക്ഷേ ഞങ്ങൾക്ക് വളരെ വ്യക്തമായ രീതിയിലുള്ള സ്പോൺസേഴ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ആ കാര്യത്തിൽ ഞാൻ പ്രത്യേകം എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് ഞങ്ങളുടെ പ്രസിഡൻറ്റ് സജിമോനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. അദ്ദേഹം അതിനുവേണ്ടി വളരെയധികം മെനക്കെടുന്നുണ്ട്. നേരത്തെ ഇട്ട 800-ൽ നിന്ന് 985-ലേക്ക് ചാടിയത്. ഇറ്റ്സ് എ ലോങ് കമ്മിറ്റ്മെൻറ്റ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഉള്ളിൽ അല്പം പേടിയുണ്ടെങ്കിലും ഞങ്ങൾക്ക് പരിപൂർണമായ വിശ്വാസമുണ്ട്. വി വിൽ മേക്ക് ഇറ്റ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. എൻ്റെ പേര് ജീമോൻ വർഗീസ്, നാഷണൽ കമ്മിറ്റി മെമ്പറാണ്. നിങ്ങളെല്ലാവരെയും ഫൊക്കാന 2026 കൽഹാരിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് പോൾ കറുകപ്പിള്ള, ഫൊക്കാനയുടെ മുൻ പ്രസിഡൻ്റാണ്. അതുപോലെ 83 മുതൽ ഫൊക്കാനയിൽ പഠിച്ച ഈ 45 കൊല്ലം ഇതിൽ സഹകരിച്ച വ്യക്തിയാണ്. ഈ തവണ സജിമോൻ്റെ നേതൃത്വത്തിലുള്ള ഫൊക്കാനയുടെ കൺവെൻഷൻ ഏറ്റവും നല്ല രീതിയിൽ ഭംഗിയായിട്ട് നടക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. എൻ്റെ പേര് ലീല മാരേട്ട്. ഞാൻ ഇപ്പോഴത്തെ ഫൊക്കാനയുടെ ബോർഡ് ഓഫ് ട്രസ്റ്റി മെമ്പറാണ്. കഴിഞ്ഞ 22 വർഷമായിട്ട് ഫൊക്കാനയിൽ പല പൊസിഷൻസ് എടുത്ത് അതിനെ സേവിച്ചിട്ടുള്ളൊരു വ്യക്തി എന്നുള്ള നിലയ്ക്കും ഈ പ്രാവശ്യത്തെ കൺവെൻഷൻ ജനപങ്കാളിത്തം കൊണ്ടും നൂതനമായ പരിപാടികൾ കൊണ്ടും വിശിഷ്ട അതിഥികൾ കൊണ്ടും എല്ലാം വളരെ ഭംഗിയായിട്ടുള്ള ഒരു കൺവെൻഷനായിരിക്കും. ചരിത്രത്തിൻ്റെ ഏടുകളിൽ തങ്കലിപികളാൽ കുറിച്ച് വെക്കാൻ പോകുന്ന ഈ കൺവെൻഷന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. കഴിഞ്ഞ 2 വർഷത്തെ ഫൊക്കാനയുടെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി നമ്മുടെ ബഹുമാനപ്പെട്ട നേതാക്കൾ വിശദീകരിച്ചു. ഇത്രയും നല്ല ഒരു ടീമിൻ്റെ കൂടെ റീജിയൻ 3 ന്യൂയോർക്കൻ അപ്സ്റ്റേറ്റിൻ്റെ റീജിയണൽ വൈസ് പ്രസിഡൻ്റായിട്ട് 2 വർഷം സേവനം ചെയ്യാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും അഭിമാനവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. എൻ്റെ പേര് ആൻഡോ വർക്കി. എൻ്റെ പേര് മത്തായി ചാക്കോ. ഞാൻ ഇപ്പോഴത്തെ നാഷണൽ കമ്മിറ്റി മെമ്പറാണ്. ഇതിന് മുമ്പ് കഴിഞ്ഞ ടൈമിൽ ഞാൻ ഇവിടുത്തെ റീജിയണൽ വൈസ് പ്രസിഡൻ്റായിരുന്നു. അതുപോലെ ഈ വർഷത്തെ കൺവെൻഷൻ ഒരു ചരിത്രമാവും എന്നുള്ളത് എനിക്ക് യാതൊരു സംശയമില്ല. കാരണം ഈ കഴിഞ്ഞ 2 വർഷത്തെ പ്രവർത്തനങ്ങൾ ഓൾറെഡി ചരിത്രം സൃഷ്ടിച്ചു കഴിഞ്ഞു. ഇവിടുത്തെ മിക്കവാറും റീജിയണിൻ്റെ പ്രവർത്തനങ്ങളായാലും കേരള കൺവെൻഷൻ ആണെങ്കിലും മറ്റ് പ്രോഗ്രാം ആണെങ്കിലും എല്ലാം ഓൾറെഡി ചരിത്രം സൃഷ്ടിച്ചു കഴിഞ്ഞു. അടുത്ത കൺവെൻഷൻ നല്ലൊരു ഏരിയയിൽ ഞാനവിടെ 3 കോൺഫറൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സ്ഥലമാണ്. ചരിത്രമാകുമെന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയമില്ല. എൻ്റെ പേര് ജോയി ഈട്ടൻ. ഫൊക്കാന കേരള കൺവെൻഷൻ്റെ ചെയർമാൻ ആയിരുന്നു. കൂടാതെ ഇപ്പോൾ ഫൊക്കാന ടുഡേയുടെ ചീഫ് എഡിറ്റർ കൂടിയാണ്. ഫൊക്കാന അതിൻ്റെ പഴയകാല പ്രതാപം വീണ്ടെടുത്തുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ 2 വർഷക്കാലത്തെ സജിമോൻ്റെയും ശ്രീകുമാർ ഉണ്ണിത്താൻ്റെയും ജോയി ചാക്കപ്പൻ്റെയും കൂട്ടായുള്ള നേതൃത്വത്തിൻ്റെ കഴിഞ്ഞ ബൃഹത്തായ പ്രവർത്തനം. അതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു കേരള കൺവെൻഷൻ്റെ അത്യുജ്വല വിജയം. ഇതിൻ്റെ എല്ലാം ഈ 2 വർഷക്കാലത്തെ അവരുടെ പ്രവർത്തനത്തിൻ്റെ ഒരു കലാശക്കൊട്ടായിരിക്കും അടുത്ത ഓഗസ്റ്റ് മാസം നടക്കാൻ പോകുന്ന ഫൊക്കാന കൺവെൻഷൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എൻ്റെ പേര് ഫിലിപ്പോസ് ഫിലിപ്പ്. ഞാൻ ഫൊക്കാനയുടെ ഒരു മുൻ ജനറൽ സെക്രട്ടറി ആണ്. അതുകൂടാതെ ഫൊക്കാനയുടെ ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർ, ഇലക്ഷൻ കമ്മീഷണർ, ഇങ്ങനെ പല പല പൊസിഷൻസ് ഫൊക്കാനയിൽ അലങ്കരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫൊക്കാനയുടെ കഴിഞ്ഞ 2 വർഷമല്ല, 18 മുതൽ 25 വരെ 7 കൊല്ലമായിട്ട് തന്നെ ഫൊക്കാനയുടെ ലീഗൽ കോർഡിനേറ്ററാണ്.
ഫൊക്കാനയെല്ലാം ഭംഗിയായിട്ട് പോകുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇപ്രാവശ്യം പ്രത്യേകിച്ചും സജിമോൻ്റെയും നമ്മുടെ ശ്രീകുമാർ ചാക്കപ്പൻ്റെ നേതൃത്വം നടക്കുന്ന പ്രവർത്തനങ്ങൾ വളരെയധികം അഭിനന്ദനം അറിയിക്കുന്നതാണ്. ആരും സംശയമില്ല. കാരണം പല പല നൂതന ആശയങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു കൺവെൻഷന് വേണ്ടിയാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അത് കണിശമായിട്ടും വിജയിക്കുമെന്നുള്ള യാതൊരു സംശയമില്ല. സോ എല്ലാവരുടെയും സഹകരണം അക്കാര്യത്തിൽ പ്രതീക്ഷിക്കുകയാണ്. ഞങ്ങൾ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചോട് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സഹകരിച്ച ഒരു ഫൊക്കാന ടീമാണിവർ, അല്ലേ? എല്ലാവരും പരമാവധി സഹകരിച്ചു എന്നുള്ളതാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ പല പല എക്കച്ചക്കലുകൾ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അതിന് മുമ്പ്. ഈ കൺവെൻഷന് ഇവർ ചാർജ് എടുക്കുന്നതിന് മുമ്പ് അതെല്ലാം പരിഹരിച്ച് ഇവർ ഈ പറഞ്ഞ പോലെ ഒരു ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു എന്നുള്ളത് മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഫൊക്കാനയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ അത് ഏറ്റവും വലിയ പരിക്ക് ഇവിടുത്തെ മാധ്യമപ്രവർത്തകർക്കാണ്.